ലാ തഖൂമുസ്സാഅ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. ഹത്താ റകന ഉലമാഉകും ഇലാ ഉലാത്തികും. ഉലമാക്കൾ തന്റെ അധികാരികൾക്ക് പാദസേവ ചെയ്യുന്ന ഒരു കാലഘട്ടം വരാതെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. ഇദാ റകന ഉലമാഉകും ഇലാ ഉലാത്തികും. രാഷ്ട്രീയക്കാരുടെ പാദസേവ ചെയ്യുന്ന ഒരു ഭാഗം ഉലമാക്കൾ നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, അല്ലാഹു അക്ബർ, വൈദാ കസുറ ഖുതബാഉ മനാബിരികും. ധാരാളം പ്രഭാഷണങ്ങൾ, നമ്മെ കോൾമയിർ കൊള്ളിക്കുന്ന, പ്രകമ്പനം കൊള്ളിക്കുന്ന മിമ്പറുകളും മെഹ്റാബുകളും പ്രഭാഷണങ്ങളെ കൊണ്ട് നിറയ്ക്കപ്പെടുന്ന കാലം വന്നാൽ, ഹറാമായ അല്ലാഹു നിഷിദ്ധമാക്കിയത് ഹലാലാക്കി കൊടുക്കുന്ന ഉലമാക്കൾ വന്നാൽ, വഹറമു അലൈഹിം അൽ ഹലാൽ, ഹലാലായ കാര്യങ്ങളെ ഹറാമാക്കി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഉലമാ സമൂഹം വന്നാൽ, ഫഅഫ്തൗഹും ബിമാ യസ്തഹൂൻ. അധികാരികളും അഹങ്കാരികളും സമ്പന്നന്മാരും ആഗ്രഹിക്കുന്നത് പോലെ ഉലമാക്കൾ അവർക്ക് അനുകൂലമായി ഫത്വ പുറപ്പെടുവിക്കുന്ന ഒരു കാലം വന്നാൽ, ഇന്ന മിൻ ഇഖ്തിറാബിസ്സാ, അത് ഖിയാമത്തിന്റെ അടയാളമാണ് കേട്ടോ. കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹു അത്തരത്തിൽ ആലിമീങ്ങൾ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പടച്ചവനെ നീ കാത്തിരക്ഷിക്കണേ പടച്ചവനെ, കാത്തിരക്ഷിക്കണേ പടച്ചവനെ, കാത്തിരക്ഷിക്കണേ പടച്ചവനെ. ഉലമായിട്ടൊന്നും കാര്യമില്ല. സമ്പന്നന്മാരുടെ മുന്നിൽ പോയി അടിയറവ് വെച്ചിട്ട് സമ്പന്നന്മാരെ വാതോരാതെ പുകഴ്ത്തി 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 പൊക്കി ആകാശമുട്ടെ പുകഴ്ത്തി പൊക്കുന്ന ഒരു കൂട്ടം ഉലമാക്കൾ നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് 1000 വർഷങ്ങൾക്ക് മുമ്പ് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു അക്ബർ. لا تقوم الساعة حتى تخرج علماءهم ويأكلون بألسنتهم أي يمدحون أنفسهم ويظهرون محبتهم حتى يتوسلوا إلى أخذ الأموال منهم. നാവ് കൊണ്ട് ഭക്ഷിക്കുന്ന ഒരു വിഭാഗം ഉലമാക്കൾ രംഗത്തേക്ക് വരുമത്രേ. അതെങ്ങനെയാണെന്ന് സഹാബത്ത് ചോദിച്ചപ്പോ, സമ്പന്നന്മാരെ വാനോളം പുകഴ്ത്തി അവന്റെ പക്കലുള്ള പൈസ സ്വന്തം ജേബിലേക്ക് മാറ്റിമറിക്കാൻ വാക്ചാതുര്യതയുള്ള പണ്ഡിതന്മാർ ലോകത്ത് കടന്നു വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. അല്ലാഹു അത്തരത്തിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു ആ പണ്ഡിതന്മാരിൽ കാത്തിരക്ഷിക്കട്ടെ. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ ആരാണ് ഇതിൽ പെട്ടുപോയതൊന്നും നമുക്കറിയില്ല. ഞാനുണ്ടോന്ന് എനിക്കറിയില്ല. അല്ലാഹു അലം. പേടിയാണ്. നമ്മൾ പേടിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കല്ലേ ഇതെല്ലാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യഥാർത്ഥ ആലിമീങ്ങൾ, മഹാന്മാരായ മുറബ്ബിയായ പണ്ഡിതന്മാരൊക്കെ പോകുന്നു. അവരൊന്നും ആഗ്രഹിച്ചവരൊന്നുമല്ല, ഭൗതികതയെ ഇഷ്ടപ്പെടുന്നവരുമല്ല, ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ട് ഫ്രണ്ടിൽ വരണം, പേര് വരണമെന്ന് കൊതിക്കുന്നവരല്ല. സമ്പന്നന്മാരുടെ കൂട്ടത്തിൽ അവർ കടിയറവ് വെച്ചുകൊണ്ട് പാദസേവ ചെയ്യുന്നവരായിരുന്നില്ല. കോടിക്കണക്കിന് രൂപ മുന്നിൽ കൊണ്ടു കൊടുത്താലും അതെല്ലാം വലിച്ചെറിയുന്ന പരിശുദ്ധ മനസ്സിന്റെ ഉടമകളായിരുന്ന മഹാപണ്ഡിതന്മാർ. അവര് പറയുന്ന വാക്കുകൾക്കേ ലോകത്ത് വിലയുണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള മഹത് പണ്ഡിതങ്ങളെല്ലാം മരണപ്പെടുന്ന ഒരു കാലം വന്നാൽ എന്റെ ഉമ്മത്ത് ശരീഅത്തിൽ നിന്ന് തെറിച്ചു പോകും. അങ്ങനെയുള്ളവരൊക്കെ പോകുമ്പോൾ ഇപ്പൊ ഈ പണ്ഡിത വേഷം എന്നെ പോലെ കെട്ടിയത് കൊണ്ട് നിങ്ങൾ ഇയാൾ പണ്ഡിതനാണെന്ന് നിങ്ങൾ പറയണ്ട. ഒരിക്കലും അങ്ങനെ പറയേ വേണ്ട. മനുഷ്യന്മാരെ കളിപ്പിക്കാനും ഈ വേഷം ഉപയോഗിക്കാം.